to magic book. If 2 raised to x equal to 3, 3 raised to y equal to 4, 4 raised to z equal to 2, find x, y, z. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, 2 raised to x equal to 3 ആണ്. അതായത് 3ക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? 2 raised to x എന്ന് എഴുതാം. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിൽ 3ക്ക് പകരം ഞാൻ 2 raised to x എന്ന് എഴുതുവാണ്. അപ്പോ രണ്ടാമത്തെ ഇക്വേഷനിൽ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, 2 raised to x, പിന്നെ 3യുടെ പവർ y അവിടെ വന്നിരിക്കുന്നത്. അപ്പോ the whole raised to y equal to 4. അപ്പൊ 2 raised to x the whole raised to y ഞാൻ 2 raised to x into y എന്ന് എഴുതുവാണ്. അതായത് 2 raised to xy equal to 4. അപ്പൊ 4ന് പകരം എനിക്ക് എന്ത് എഴുതാം? 2 raised to xy എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം, 4 raised to z equal to 2 ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ 4ന് പകരം ഞാൻ എന്ത് എഴുതുവാണ്? 2 raised to xy എന്ന് എഴുതുവാണ്. അപ്പോൾ 2 raised to xy, ഇവിടെ ഒരു z പവർ വരുന്നുണ്ട്. അപ്പോൾ the whole raised to z equal to എത്രയാണ്? 2 ആണ്. അപ്പൊ 2 raised to xy the whole raised to z നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to xy into z എന്ന് എഴുതാം. അപ്പൊ xy into z xyz ആണ്, ഈക്വൽ ടു 2. ഇവിടെ 2ന്റെ പവറിനെ ഞാൻ 1 എന്ന് കൊടുക്കുവാണ്, കാരണം 2 raised to 1 2 തന്നെയാണ്. ഇനി നോക്കാം, ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്, രണ്ടിടത്തും ബേസ് 2 ആണ്. അപ്പൊ പവറും ഈക്വൽ ആയേ പറ്റൂ. അപ്പൊ xyz ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഫൈനൽ ആൻസർ ഓപ്ഷൻ ബി 1 ആണ്. xyzന്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.